എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. ഞാനൊന്നും എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങും തീരത്തില്ല. അറിയുന്നവർക്കറിയാം. ഇട്ടിട്ട് വന്നിട്ട് അന്ന് അവരിട്ടത് ഒരു ബ്ലൂ കളർ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. എന്നിട്ട് അവരെ കണ്ടിരുന്നു, പക്ഷെ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തൊന്നുമില്ല. അവര് ആ കീമോ എടുക്കുന്ന റൂമിലേക്ക് കയറി പോകുന്നത് കണ്ടാണ് ഈ കയ്യിൽ പിക്ക് ലൈൻ ഇട്ടതിന് ശേഷം ഇട്ടിട്ട്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, കുറെ പ്ലാനിങ്ങും പദ്ധതികളുമായിട്ട് ചിലരൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ ഭാഗത്ത് അവർ ചെയ്തുകൊണ്ട് പോകട്ടെ. ഭീഷണികളുടെ സ്വരവും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭീഷണിയൊക്കെ നല്ലതാണ്, അതൊക്കെ അതിന്റെ വഴി കൂടെ പോകട്ടെ. ഓക്കെ, അതൊക്കെ അവിടെ കിടക്കട്ടെ. അത് ഒരു സൈഡിൽ അവിടെ കിടന്നോട്ട്. അത് എന്തെങ്കിലുമൊക്കെ അത് ക്ലിയർ ആയിക്കോളും, അതവിടെ കിടക്കട്ടെ. ഓക്കെ, ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലയിടത്തും കണ്ടു. അത് മാത്രമല്ല, എന്റെ കമന്റ് ബോക്സിലും ഒരേ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിന് ക്യാൻസർ ഇല്ല, രേണു കാണിക്കുന്നത് മൊത്തം നാടകമാണ്, ക്യാൻസർ ഉള്ള ഒരാളും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെയാണ് എല്ലാവരുടെയും പറച്ചില്. ഓക്കെ, എന്തിനാണ് ഇങ്ങനത്തെ ഒരു 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 രീതിയിലുള്ള കമന്റുകളും ഒരു രീതിയിലുള്ള ആക്രമണങ്ങളും അഴിച്ചുവിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് 2 ലക്ഷം രൂപയാണ് അവരുടെ ഒരു ഇഞ്ചക്ഷന് വേണ്ടി അവർ ചെലവഴിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ആ മെയിൻ സ്ട്രീം മണ്ണിന്റെ ചാനലിന്റെ അകത്ത് അവർ അതിന്റെ MRP സഹിതം കാണിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ അവിടെ കാണിക്കാം. അത്രയും വില പിടിപ്പുള്ള മരുന്നാണ് അവർ അവരുടെ കീമോയ്ക്ക് പോകുമ്പോൾ അവർ കൊണ്ടുപോകുന്നത്. അത്ര ചെലവുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഈ വീഡിയോയിൽ വന്നും നിങ്ങൾ നെഗറ്റീവ് അടിക്കും. നിങ്ങൾ നെഗറ്റീവ് അടിച്ചോളൂ. അടിച്ചടിച്ച് ആ അവര് തീർന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പരിപാടി തീരുമല്ലോ. തീരും. ഓക്കെ, എടാ, ആരോഗ്യത്തോട് നിന്ന് തോന്നിവാസം കാണിക്കുമ്പോൾ നമ്മൾ വിമർശിക്കും. ഒരു മനുഷ്യൻ വീണ് കിടക്കുമ്പോൾ പിന്നെ ആ മനുഷ്യനെ കുത്തുന്നത് നല്ല കാര്യമല്ല. ഇപ്പൊ കിടന്ന് കുത്തുന്നവനൊക്കെ ഒരു ദിവസം ഇരുന്ന് പശ്ചാത്താപിക്കും, അത് ഉറപ്പാ. ആ രീതിയിലാണ് അവരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പുണ്യവാളനായോ, നീ മുമ്പൊന്നും പറഞ്ഞിട്ടില്ലേടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ രേണുവിനെതിരെ പറഞ്ഞ 10 പേരുടെ അല്ല, 5 പേരുടെ ലിസ്റ്റ് എടുത്താൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാളായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. രേണു കാണിച്ച ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ച് ഞാൻ സംസാരിച്ച ആള് തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ അവരുടെ കണ്ടീഷനും ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയിലും അവരുടെ എന്താ പറയുക, അവിടെ നിന്നൊന്ന് കയറി വരാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവരെ ഈ പറയുന്ന രീതിയിൽ അധിക്ഷേപിക്കുന്നതും അവരെ ഈ പറയുന്ന രീതിയിൽ എന്താ പറയുന്നു, വല്ലാത്ത രീതിയിൽ അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവർക്ക് രോഗമില്ല, അവർക്ക് എന്തിനാണ് പൈസ? മെഡിക്കൽ കോളേജിലെല്ലാം ഫ്രീ അല്ലേ? മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് പോയി അങ്ങോട്ട് കാരുണ്യയുടെ ഇതിലൊന്ന് ഫ്രീ കിട്ടും, റേഷൻ കാർഡ് കാണിച്ചാൽ ഫ്രീ കിട്ടും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അവർക്ക് ആരെങ്കിലും സഹായം ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെയ്യട്ടെ. നിങ്ങൾ ആരും അവരെ സഹായിക്കുന്നില്ല. ഈ നെഗറ്റീവ് പറയുന്നവർ ആരും സഹായിക്കുന്നില്ല. ഓക്കെ, അവരെ സഹായിക്കുന്നത് അവരെ ഇഷ്ടപ്പെടുന്ന കുറെ പേരാണ്. അവരായാലും അവർക്ക് സഹായം ചെയ്തോട്ടെ. ആ സഹായത്തിന്റെ കാശ് കൊണ്ട് അവരെന്താ പറയുന്നേ, അവർ ചികിത്സ നടത്തിക്കോട്ടെ. നിങ്ങൾക്കൊക്കെ എന്താണ് കുഴപ്പം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു വിഷയത്തില് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല, ഞാനൊരു വോയിസ് നിങ്ങളെ കേൾപ്പിക്കാം. ആ വോയിസിലുണ്ട് എല്ലാം. നിങ്ങളൊക്കെ എന്തു പറയുക, എപ്പോ നോക്കിയാലും ഈ ഒരു വിഷയമാണ് പറച്ചിൽ. അവർക്ക് ക്യാൻസർ ഇല്ല, അവർ ചുമ്മാ ഇങ്ങനെ കാണിക്കുകയാണ്. അവർക്ക് ഒരു പൈസ കിട്ടുന്നത്, എടാ 2 ലക്ഷം രൂപയൊക്കെ ഒരു മരുന്നിന് ചെലവെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കീമോയുണ്ട്? അതൊന്നും അവരത് ചുമ്മാ പറയുന്നതല്ല. അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഇപ്പോൾ. അതിന് അവര് എന്താ പറയുക, ഓരോ വീഡിയോ ഇട്ട് യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ പിന്നെ ഫേസ്ബുക്കിലൂടെയോ അവർക്ക് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അവർക്ക് കിട്ടിക്കോട്ടെ. അവരിപ്പോ ഈ പറയുന്ന തോന്നിവാസ വീഡിയോകളൊന്നും കാണിക്കുന്നില്ലല്ലോ. അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതിനൊക്കെ പോയി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അവർ ചാവണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ ആ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ ആഗ്രഹിക്കുന്ന നിരവധി ആൾക്കാരുണ്ടായിരിക്കുക. പക്ഷെ എന്ത് മനസ്ഥിതിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൊള്ളാം, എന്തായാലും ഓക്കെ. ഇപ്പൊ ഞാൻ എന്താ പറയുന്നത്, ഞാൻ മലക്കം മറിഞ്ഞു, ഞാൻ എന്താ നിലപാടില്ലാത്തവനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ വെച്ചോളി, അങ്ങനെ തന്നെ വെച്ചോളി. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പക്ഷെ മനുഷ്യത്വത്തിന്റെ ഒരംശം എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. മനുഷ്യത്വം എന്നുള്ള ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന രേണുവിനെ വീണ് കിടക്കുമ്പോഴും എടുത്തിട്ട് കുത്തിയാൽ എനിക്ക് ദൈവത്തോട് കുറെ കാര്യങ്ങൾ എനിക്ക് ബോധിപ്പിക്കേണ്ട വരുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സത്യം നിങ്ങളോട് വിളിച്ചു പറയുന്നത്. അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ അൺഫോളോ ചെയ്തു പോയെന്ന് പറഞ്ഞാൽ എനിക്ക് പുല്ലാണ്, പുല്ല്.
എനിക്കെതിരെ നെഗറ്റീവ് കമന്റ് ഇട്ട് എനിക്കെതിരെ വീഡിയോ ഇട്ട് നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പുല്ലാണ്, പുല്ല്. ഓക്കെ, അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ വോയിസ് ഒന്ന് നിങ്ങൾ കേട്ടു. രേണുസുതിക്ക് ഇങ്ങനെ ക്യാൻസർ ഒന്നും ഇല്ല എന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. സത്യത്തില് അവര് എന്തോ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് കള്ളക്കഥ പറഞ്ഞുണ്ടാക്കുകയാണ്, പിക്ക് ലൈൻ ഇട്ടതൊക്കെ വെറുതെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ വീഡിയോസ് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് പറയാൻ ആഗ്രഹിച്ചത്. അവര് ആ പിക്ക് ലൈൻ ഇടുന്ന ദിവസം അവര് ഹോസ്പിറ്റലിലുള്ളപ്പം ഞാനും ആ ഹോസ്പിറ്റലുണ്ട്. എന്റെ സഹോദരിക്ക് ഒവേറിയൻ ക്യാൻസർ ആണ്. അപ്പൊ അവളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ രേഷ്മ പി തങ്കച്ചൻ അവളെ പേര് വിളിക്കുകയും രേഷ്മ പി തങ്കച്ചന്റെ പേര് വിളിച്ചതൊക്കെ ഞങ്ങൾ കേട്ടതാണ്. അതിനുശേഷം ഇവർ പിക്ക് ലൈൻ ഇട്ടിട്ട് വന്നിട്ട്, അന്ന് അവരിട്ടത് ഒരു ബ്ലൂ കളർ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. എന്നിട്ട് അവരെ കണ്ടിരുന്നു, പക്ഷെ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തൊന്നുമില്ല. അവര് ആ കീമോ എടുക്കുന്ന റൂമിലേക്ക് കയറി പോകുന്നത് കണ്ടാണ് ഈ കയ്യിൽ പിക്ക് ലൈൻ ഇട്ടതിന് ശേഷം ഇട്ടിട്ട് വന്നിട്ട് അവിടെ പോയി കീമോയും എടുത്തതാണ്. നമ്മൾ കണ്ണാലെ കണ്ടതാണ്. പിന്നെ ഫോട്ടോ ഒന്നും എടുത്തില്ല. അതുകൊണ്ട് എനിക്കിപ്പോ ഫോട്ടോ ഒന്നും അയച്ചു തരാനൊന്നും പറ്റില്ല. ഞാൻ കണ്ണാലെ കണ്ടാണ്. രേഷ്മ പി തങ്കച്ചൻ എന്നാണ് അവരുടെ പേര് അവിടെ വിളിച്ചതും. അവര് കണ്ട ഡോക്ടർ ആയിരുന്നു എനിക്കറിയാം, പക്ഷെ എനിക്കിവിടെ അവരുടെ പേര് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും അവർക്ക് ക്യാൻസർ ഇല്ല എന്ന് പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. കാരണം എന്റെ കണ്ണാലെ കണ്ടതാണ് അവർ കീമോ ചെയ്യുന്നതും ഈ പിക്ക് ലൈൻ ഇട്ടിട്ട് വരുന്നതും വന്നതിന് ശേഷം പോയി കീമോ ചെയ്യുന്നതും ഒക്കെ. അപ്പൊ ഈ പിക്ക് ലൈൻ എന്ന് പറയുന്ന സാധനം, ഞാനൊരു മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ്. അപ്പൊ ഈ പിക്ക് ലൈൻ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് അത് നമ്മുടെ പെരിഫറൽ ലൈൻ വഴി ഇട്ടിട്ട് അങ്ങനെ അത് ഉള്ളിലേക്ക് ഇട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം ഈ മെഡിക്കൽ ഫീൽഡൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം. ഇപ്പൊ പറയുമ്പോൾ തന്നെ അത് സെൻട്രൽ ലൈൻ എന്നൊക്കെ ഇടുന്ന പോലെയൊക്കെ ഇടുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് ഇട്ടിട്ട് മെഡിസിൻ എടുക്കണ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തമാശയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. അത്രയ്ക്ക് ഡോസ് കൂടി മെഡിസിൻ ആയിരിക്കാം രേണു എടുക്കുന്നത്. അതുകൊണ്ടായിരിക്കാം പിക്ക് ലൈൻ ഇട്ടിട്ട് അവർക്ക് മെഡിസിൻ കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ അത് മിസ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിൽ ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് എത്തുമ്പം അതൊരു ശരിയല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. അതൊരിക്കലും ശരിയായ കാര്യമല്ല. ഈ പിക്ക് ലൈൻ എന്തിനാ ഉപയോഗിക്കുന്ന അത്ര ഡോസ് കൂടി മെഡിസിൻ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ പിക്ക് ലൈൻ ഇട്ടിട്ട് കീമോ എടുക്കുന്നത്. ഇപ്പൊ എന്റെ സഹോദരിക്കാണെങ്കിൽ ഇപ്പൊ 6 കീമോ കഴിഞ്ഞു. അവർക്ക് സാധാരണ പെരിഫറൽ ലൈനിലാണ് ഈ കീമോ മെഡിസിൻ കൊടുക്കുന്നത്. അതായത് മെഡിസിൻ വേറൊരു ബോട്ടിലേക്ക് NS ബോട്ടിലോട്ട് ഇഞ്ചെക്ട് ചെയ്തിട്ട് അത് ഡൈലൂട്ട് ചെയ്ത് അതിന്റെ എന്താ പറയാ അതിന്റെ ആ ഒരു കാഠിന്യം കുറച്ചതിന് ശേഷമാണ് ഇവർക്ക് ഈ മെഡിസിൻ കൊടുക്കുന്നത്. അപ്പൊ ഓർത്തോണം, ആ മെഡിസിൻ അത്ര ശക്തമായ മെഡിസിൻ ആണ്. അത് നമ്മുടെ ശരീരത്തിൽ കയറുമ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ അവർക്കും ഉണ്ട്. അപ്പൊ ഈ കീമോയെ ഈ ക്യാൻസർ ആയിട്ടുള്ള രോഗികളെ കൊണ്ട് കൊണ്ടു നടക്കുന്നവർക്കോ അല്ലെങ്കിൽ ക്യാൻസർ ആയ പേഷ്യൻസ് ആരെങ്കിലും വീട്ടിലുള്ളവർക്കോ ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാവും. പിന്നെ അതിനുശേഷം അവർക്ക് വരുന്ന ശാരീരിക ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. കീമോ ഒക്കെ എടുത്തതിന് ശേഷം എന്റെ സഹോദരിക്ക് 2, 3, 4 ദിവസം കഴിഞ്ഞാൽ ബെഡേ നിന്ന് എഴുന്നേറ്റ് നിൽക്കത്തുള്ളൂ. അവർക്കൊരു ആഹാരം കഴിക്കാൻ പറ്റില്ല. ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ വരും. അവർക്ക് ടെൻഷൻ കയറി, മെഡിസിന്റെ ഇതുകൊണ്ട് ആൻസൈറ്റി ഉണ്ടാവും, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ രേണുവിന് അതില്ല എന്ന് പറയുന്നത് പച്ച കള്ളമാണ്. രേണുവിന് ആ ക്യാൻസർ പേഷ്യന്റ് ആണെന്നുള്ളത് ഞാൻ കണ്ണാലെ കണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഒരു യൂട്യൂബ് ചാനലിൽ ഒരാൾ സംസാരിക്കുന്നത് കേട്ടാണ്. അവർക്ക് എന്തിനാണ് ഇത്രയും പൈസയുടെ ആവശ്യം? അവർക്ക് ഇത്രയും പൈസയുടെ ആവശ്യം ഉണ്ടോ? ഒരിക്കലും ഇത്ര പൈസയുടെ ആവശ്യമില്ല. ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എന്തിനാണ്, കാരുണ്യയുടെ ഇൻഷുറൻസ് ഉള്ളവർക്ക് എന്തിനാണ് ഇതിന് മാത്രം പൈസയുടെ ആവശ്യം? അവിടെ പൈസയുടെ ആവശ്യമൊന്നുമില്ല, അവിടെ മെഡിസിൻ ഫ്രീ ആണ് എന്നൊക്കെ പറയുന്ന തരത്തിൽ കേട്ടു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം എന്റെ സഹോദരിയും കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ. ഡോക്ടറെ കാണാനും ഓരോ ടെസ്റ്റുകൾക്കും പിന്നെ കീമോയ്ക്കൊക്കെ ആയിട്ട്. അതിന്റെ അറിവ് വെച്ച് ഞാൻ പറയാണ്, എന്റെ സഹോദരിക്കുണ്ട് ആരോഗ്യ ഇൻഷുറൻസ്. അപ്പൊ അതെങ്ങനെയാണ് ഇത് ചെയ്തത്, എങ്ങനെയാണ് ആ മരുന്ന് അവിടുന്ന് ലഭിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അവിടെ എല്ലാ മരുന്നും ഫ്രീ അല്ല, എല്ലാവർക്കും എല്ലാം ഫ്രീ അല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പൊ ഒരു ഡോക്ടറെ കാണാൻ ചീട്ടെടുക്കുന്നത് ചിലപ്പോൾ 5 രൂപ കൊടുത്താൽ മതിയായിരിക്കും എന്നും വിചാരിച്ചുകൊണ്ട് എല്ലാം ഫ്രീ ആണെന്ന് കരുതണ്ട. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആരോഗ്യ ഇൻഷുറൻസ് അവിടെ ക്ലെയിം ആയാലും നമുക്ക് അവിടെ ഇത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവിടെ അവൈലബിൾ ആയുള്ള മെഡിസിൻ മാത്രമേ നമുക്ക് തരൂ. അവര് അവൈലബിൾ അല്ലാത്ത മെഡിസിൻസ് നമ്മൾ പുറത്തുപോയി കാശ് കൊടുത്ത് മേടിക്കണം. ഈ ആരോഗ്യ ഇൻഷുറൻസിൽ വേറെ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അടങ്ങുന്നതാണ് ഒരു ആരോഗ്യ ഇൻഷുറൻസ്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി വേറെ ആർക്കെങ്കിലും അതിനകത്ത് നിന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല, അടുത്ത ആൾക്ക് കിട്ടത്തില്ല. അതിനകത്ത് മിച്ചം പൈസ എത്രയുണ്ടോ അതിലെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് മെഡിസിൻ അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും പറയും ഇങ്ങനെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഫ്രീ അല്ല, അങ്ങനെ ഫ്രീ കിട്ടും, അങ്ങനെയൊന്നും ഇല്ല. അതിനകത്ത് പൈസ എത്ര അവൈലബിൾ ഉണ്ടോ അതിൽ കിട്ടുന്ന മെഡിസിൻ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ഹോസ്പിറ്റലിൽ ഈ കീമോ മെഡിസിൻ അവൈലബിൾ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തരത്തുള്ളൂ. ഹോസ്പിറ്റലിൽ നിന്ന് തന്നാൽ ഫ്രീ ആണ്. കീമോ മെഡിസിൻ ഹോസ്പിറ്റലിൽ ഫ്രീ ആണ്.
അത് നോട്ട് ചെയ്തോളൂ. ഹോസ്പിറ്റൽ ഫ്രീ ആണ്. അവിടെ ഉണ്ടെങ്കിൽ മാത്രം. അവിടെ അതില്ല എങ്കിൽ ചിലപ്പോൾ സ്റ്റോക്ക് ഇല്ലാതെ വരികയോ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സിസ്റ്റർമാർ നമ്മളോട് പറയും. അവിടെ നല്ല സിസ്റ്റർമാരാണ് ഇപ്പോൾ അവിടെ ഉള്ളവരൊക്കെ. അവർ നമ്മളോട് വന്നിട്ട് പറയും, അതെ നോക്കിയേ ഇത് പേഷ്യൻ്റ് അറ്റർ വിളിച്ചിട്ട് പറയും ഈ മെഡിസിൻ ഇവിടെ അവൈലബിൾ ഇല്ല. അപ്പൊ അവൈലബിൾ ഇല്ലാത്ത മെഡിസിൻസ് അവര് നമുക്ക് നീതിയിലേക്ക് എഴുതി തരും. അത് അങ്ങനെയാണ് പോകുന്നത്. ഈ ആരോഗ്യയുടെ ഇത് നമ്മൾ ഫില്ല് ചെയ്ത് സീല് വെച്ച് കഴിഞ്ഞ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഇല്ലാത്ത മെഡിസിൻ അവർ മാർക്ക് ചെയ്ത് തരും. എന്നിട്ട് നമ്മൾ നീതിയിൽ പോയി ചോദിക്കും. അവിടെ ഉണ്ടെങ്കിൽ അവിടുന്ന് മേടിക്കും. ഇല്ലെങ്കിൽ ന്യായവില ഫാർമസി എന്ന് പറഞ്ഞതുണ്ട് കാരുണ്യയുടെ, അവിടെയും ചെന്ന് ചോദിക്കും. ഇവിടെ രണ്ടിടത്തും ഇല്ലാത്ത മെഡിസിൻസ് നമ്മൾ വീണ്ടും പുറത്ത് പോയി മേടിച്ചുകൊണ്ട് വരണം. അത് നമ്മുടെ കയ്യിൽ കാശ് എടുത്തിട്ട് കൊടുക്കണം. ചില മെഡിസിൻസ് 6000 രൂപയുടെ ഉണ്ട്, 8000 രൂപയുടെ ഉണ്ട്, എന്തിന് 21,000 22,000 രൂപയുടെ വരെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസ് ഉണ്ട്. മനസ്സിലായി? ഇപ്പൊ എന്റെ ചേച്ചിക്ക്, ഇപ്പൊ എന്റെ സഹോദരിക്ക് തന്നെ ഇപ്പൊ ഒരു 10,000-50,000 രൂപയുടെ മെഡിസിൻസിന് മേലെ പൈസ ആയത് മെഡിസിൻസ് വരെ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ മിസ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത് ജനങ്ങളുമായിട്ട്. ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്, അല്ല എല്ലാം ഫ്രീ ആണ്. എല്ലാം ഫ്രീ ഒന്നും അല്ല. നിങ്ങളത് മനസ്സിലാക്കുക. അവിടെ ഗവൺമെന്റിനാണെങ്കിലും അവർക്ക് തരുന്ന സംഗതികൾ നമുക്ക് തരുന്നുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഗവൺമെന്റിന് കുറ്റവും പറയുന്നതല്ല. ഇത് മിസ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ അവർക്ക് എന്തിനാ പൈസയുടെ ആവശ്യം എന്ന് നിങ്ങൾ ചോദിക്കുമ്പം നിങ്ങളുടെ വീട്ടിലൊരു രോഗി ഉള്ളവർക്ക് മനസ്സിലാവും പൈസയുടെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ ഒരു വീട്ടിലൊരു രോഗി വന്ന് ആ രോഗിനെയും കൊണ്ട് ഇങ്ങനെ ആശുപത്രി കയറി ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പൈസയുടെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്ന്. ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവർക്കെല്ലാം ഫ്രീ ആണെന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുക. അങ്ങനെ ഹോസ്പിറ്റലിൽ മെഡിസിൻ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവർ ആ മെഡിസിൻ നമുക്ക് ഫ്രീ ആയിട്ട് തരും. അത് മെഡിസിൻ ഇല്ല, അവൈലബിൾ അല്ല എങ്കിൽ നമ്മൾ പുറത്തു പോയി മേടിക്കേണ്ടി വരും. പിന്നെ രേണുസുതി പറഞ്ഞ കേട്ടു, രേണുസുതിയുടെ 2 ലക്ഷം രൂപയോളം ആകും മെഡിസിനൊക്കെയാണ്. അത് ശരിയായിരിക്കും ഒരു പക്ഷേ. അത് RCC മാത്രമേ ഉള്ളൂ ആ മെഡിസിൻസ് ഒക്കെ. അങ്ങനെയാണെങ്കിൽ അവർ അവിടെ പോയി തന്നെ മേടിക്കണം. അത്ര രൂപ കൊടുത്ത് മേടിക്കണം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചോണം, അത്ര ഹൈ ഡോസ് ഉള്ള മെഡിസിനാണ് ഈ രേണുസുതി എടുക്കണേന്ന് ഓർത്തോണം. അത്ര ഹൈ ഡോസ് ഉള്ള മെഡിസിൻ ആയിരിക്കും അവർ എടുക്കുന്നത്. അതുകൊണ്ടാണ് അതിന് അത്രയും വില. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചുമ്മാ ജനങ്ങളുടെ ഇടയിലേക്ക് അവർക്ക് പൈസയുടെ ആവശ്യമില്ല. എന്തിനാണ് അവർ വെറുതെ നുണ പറഞ്ഞ് കള്ളം പറഞ്ഞ് പൈസ മേടിച്ച് സമ്പാദിക്കുവാണെന്നൊക്കെ പറഞ്ഞ എത്ര തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും ആരെങ്കിലും സ്വന്തം ശരീരത്തിൽ ക്യാൻസർ ആണെന്നും പറഞ്ഞ് പിക്കിലയും പോയി ഇടുവോ? ഇത് ഡോക്ടർ പൊട്ടരാണോ? ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഇവർക്ക് എന്താ പറയാ, എന്തെല്ലാം ടെസ്റ്റുകളിലൂടെ ഒരു പേഷ്യന്റ് കടന്നു പോകും. ഫൈനൽ കൺഫർമേഷനിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് ക്യാൻസർ ആണ് എന്ന് ഫൈനലി കൺഫേം ചെയ്യണമെങ്കിൽ എന്തെല്ലാം ടെസ്റ്റുകളിലൂടെ ഒരു രോഗി കടന്നു പോകണം. അതിനുശേഷം പിന്നെയും ബ്ലഡ് ടെസ്റ്റുകൾ, അതിന്റെ സാമ്പിൾ എടുക്കലുകൾ, ആ സാമ്പിള് പരിശോധിക്കലുകൾ, ബയോപ്സി ചെയ്യല്, ഇതെല്ലാം ഇല്ല. അതിനുശേഷമല്ലേ ഒരു ഡോക്ടർ പറയുള്ളൂ. അല്ലാതെ രോഗിനെ കാണുമ്പോൾ ഡോക്ടർക്ക് അറിയാമെങ്കിൽ കൂടി, പല ടെസ്റ്റുകൾ കാണുമ്പോൾ ഡോക്ടർക്ക് അറിയാമെങ്കിൽ കൂടി ഡോക്ടർ പറയോ ഇവർക്ക് ക്യാൻസർ ആണ്? എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് എല്ലാ ടെസ്റ്റുകളുടെ റിസൾട്ടും വെച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു ഡോക്ടർ പറയുള്ളൂ നിങ്ങൾക്ക് ഇന്ന രോഗമാണ് കേട്ടോ എന്ന്. അല്ലാതെ ഒരു ഡോക്ടർ വെറുതെ അങ്ങനെ പറയില്ല. അങ്ങനെ പറഞ്ഞതിന് ശേഷം ചുമ്മാ ഇപ്പൊ രേണു ചെന്നിട്ട് പറയാ, ഡോക്ടർ എനിക്ക് ഇവിടെ ഒരു ലൈൻ ഇട്ട് തരണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇട്ട് കൊടുക്കുമോ? എന്തിനേറെ ഒരു പെരിഫറൽ ലൈൻ ഇട്ട് കൊടുക്കും ആരെങ്കിലും? ചുമ്മാ എന്റെ ഒരു വെയിനയിലേക്ക് എന്റെ ഒരു ക്യാനിൽ ഇട്ട് തന്നേരം എനിക്ക് ജനങ്ങളെ കാണിക്കാനാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ പാസ് ഏതെങ്കിലും മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുമോ? ആരും ചെയ്യില്ല. പിന്നെ എന്തിനാ പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവര് രോഗിയാണ്. അവര് എത്രാമത്തെ സ്റ്റേജ് ആണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അവര് കീമോ ചെയ്യുന്നതും അവന്റെ കണ്ണാലെ കണ്ടതാണ്. അവര് കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നതും പിക്ക് ലൈൻ ഇട്ട് അന്നത്തെ ദിവസം ഞാൻ അവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് കണ്ടതാണ്. അവർ കീമോ ചെയ്യുന്നതും കണ്ടതാണ്. അവർ ഏത് ഡോക്ടറുടെ കീഴിലാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് സഹിതം എനിക്കറിയാം. കാരണം ഞാൻ നേരെ കണ്ടത് കൊണ്ടാണ് പറയുന്നത്. അല്ലാതെ അവർക്ക് രോഗമില്ല എന്ന് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. പിന്നെ അവർക്ക് സാമ്പത്തിക ആവശ്യമില്ല എന്ന് പറയുന്നതും തെറ്റായ ചിന്തയാണ്. അവർക്ക് എത്രത്തോളം പൈസ, ഒരു മെഡിസിൻ അവർ 2 ലക്ഷം രൂപ മുടക്കണമെങ്കിൽ ഓർത്തോണം അവർക്ക് എത്ര. ഇപ്പൊ എന്റെ സഹോദരിക്ക് തന്നെ 6 കീമോ കഴിഞ്ഞു. അപ്പൊ തന്നെ എത്ര രൂപയെ നിങ്ങൾ കണക്കൂട്ടി നോക്ക്. അപ്പൊ അവർക്ക് ഈ 2 ലക്ഷം രൂപയുടെ മെഡിസിൻ എടുക്കുന്നവർക്ക് എത്ര രൂപയാവും? 5-6 കീമോ എടുക്കും. രേണുവിന് എത്ര കീമോ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ എത്ര കീമോ ആണ്? അവരുടെ രോഗത്തിനെ ഡിപ്പെൻഡ് ചെയ്ത്, രോഗത്തിന്റെ ആഴത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ കീമോയും. അപ്പൊ ആ കീമോയ്ക്ക് എല്ലാം ഈ 2 ലക്ഷം രൂപ ചെലവാക്കുമ്പോൾ അവർക്ക് എത്ര രൂപ വേണ്ടി വരും എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവർക്കൊരു സാമ്പത്തിക നന്മ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടട്ടെ എന്ന് വിചാരിക്കുക. അല്ലാതെ അത് തടുത്ത് കളയുന്ന രീതി ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ വീട്ടിലൊരു രോഗി ഉണ്ടെങ്കിലേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും.